Hi all, today we are discussing the important questions of quantitative techniques or QT. What do you mean by quantitative techniques? അല്ലേ, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഈസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ ടു ദ ബിസിനസ് പ്രോബ്ലംസ്. ദാറ്റ് മീൻസ് QT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലെ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓർ അതുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം പ്രോഗ്രാമിംഗ് ടൂൾസിനെ അപ്ലൈ ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നു, QT എന്ന് പറയുന്നു. അതായത് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ടൂൾസിന് അപ്ലൈ ചെയ്യുന്നതിന് എന്തെന്ന് പറയും, QT എന്ന് പറയുന്നു. ഓക്കെ, ഇനി QTയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസിഷൻ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി QTയിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ QTയിൽ ഡിഫറെൻറ്റ് ടൂൾസ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ വരുന്ന ടൂൾസാണ് എന്ത്, മാത്തമാറ്റിക്കൽ ടൂൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആൻഡ് പ്രോഗ്രാമിംഗ് ടൂൾ അല്ലേ. ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തിയറിയാണ് ഫുള്ളായിട്ട് വരുന്നത്. മേ ബി ആ ഒരു തിയറി ആ ഒരു മൊഡ്യൂളായിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. സിമ്പിൾ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ തിയറി പോർഷൻ മേ ബി ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ പ്രൊബബിലിറ്റി. അപ്പോൾ എന്താണ് പ്രൊബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചാൻസസ് ദാറ്റ് സംതിങ് വിൽ ഹാപ്പൻ, എന്തെങ്കിലും ഒരു സംഭവം നടക്കാനുള്ള സാധ്യതയാണ് അല്ലേ. ദ ചാൻസസ് സംതിങ് വിൽ ഹാപ്പൻ ഓർ നോട്ട് ഹാപ്പനിങ് എന്നും പറയാം കേട്ടോ. അല്ലെങ്കിൽ ദ ചാൻസസ് ഓഫ് ഒക്യുറൻസ് ഓഫ് ആൻ ഇവൻറ്റ് ആൻഡ് നോട്ട് ഒക്യുറൻസ് ഓഫ് ആൻ ഇവൻറ്റ് ഈസ് കോൾഡ് പ്രൊബബിലിറ്റി. ഇനി എന്താണ് കോറിലേഷൻ? കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേഷനാണ് ഇവിടെ. എന്ത് തമ്മിലുള്ള റിലേഷനാണ്, 2 or more വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെയാണ് ഇവിടെ എന്തെന്ന് പറയുക, കോറിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കോറിലേഷൻ്റെ ഡിഫൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് മീൻസ് ഡെഫിനിഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നമ്മളോട് AM ട്യൂട്ടോറിയൽ നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് കോറിലേഷൻ ഈസ് ആൻ അനാലിസിസ് ഓഫ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾ. രണ്ടോ അതിലധികമോ വേരിയബിൾസിൻ്റെ ആ ഒരു അസോസിയേഷൻ ഇല്ലേ, അതിനെ അനലൈസ് ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, കോറിലേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി വാട്ട് ഡു യു മീൻ ബൈ മൾട്ടിപ്പിൾ റിഗ്രഷൻ? ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നിട്ടുള്ളത് ടൈപ്സ് ഓഫ് റിഗ്രഷൻ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് റിഗ്രഷനിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മേ ബി നമുക്ക് മൾട്ടിപ്പിൾ റിഗ്രഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മേ ബി ആ ടൈപ്പിലുള്ള ഏത് ടൈപ്പ് വേണമെങ്കിലും എടുത്ത് ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ ലീനിയർ ആയിരിക്കും, നോൺ ലീനിയർ ആവാം, അല്ലെങ്കിൽ സിമ്പിൾ റിഗ്രഷൻ എന്താണ് എന്നുള്ളതാവാം, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, ഇങ്ങനെ ഇതേ മെത്തേഡ് ടൈപ്സ് എന്തിലും ചോദിക്കാം, കോറിലേഷനിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ നോക്കിയിരിക്കണം. മാത്രമല്ല ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു മെത്തേഡ് നമുക്ക് ഷോർട്ട് എസ്സേയിലും മേ ബി തിയറിയിൽ കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ റിഗ്രഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, അല്ലെങ്കിൽ സിമ്പിൾ റിഗ്രഷനിൽ നിന്നും ഒന്നുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ളതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് സിമ്പിൾ റിഗ്രഷൻ എന്നറിയണ്ടേ, അവിടെ നമ്മൾ 2 വേരിയബിൾസിനെ കുറിച്ചിട്ടായിരിക്കും അവിടെ സ്റ്റഡി നടത്തുന്നുണ്ടാവും. അവിടെ 2 വേരിയബിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മൾട്ടിപ്പിൾ റിഗ്രഷനിൽ 3 or more വേരിയബിൾസിന് അവിടെ ഉണ്ട് എന്നാണ്. ആൻഡ് വി ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റ് ഓഫ് 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓൺ 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, 2 or more ഡിപെൻഡൻറ്റ് വേരിയബിൾ ഓൺ 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ദെൻ നെക്സ്റ്റ് ആണ് വാട്ട് ഡു യു മീൻ ബൈ കോമ്പിനേഷൻ? എന്താണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്? ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ദറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ എന്തിനാ ഫോം ചെയ്തിട്ടുള്ള സെലക്ടിങ് സം ഓർ ഓൾ ദ ഐറ്റംസ് അറ്റ് എ ടൈം ആർ കോൾഡ് കോമ്പിനേഷൻ. കോമ്പിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് 2 മാർക്കിന് പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കോമ്പിനേഷൻ്റെ ഇക്വേഷൻ വരുന്നത് n⁴ ഡിവൈഡഡ് ബൈ x⁴ ഇൻറ്റു n-x⁴. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ? ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്താ വരുന്നത്, ഫസ്റ്റ് വരുന്നത് ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് ദ നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക ഈ യുണീക്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ എന്നുള്ള ആ ഒരു സ്പെസിഫൈഡ് അല്ലെങ്കിൽ സ്പെഷ്യൽ എന്നുള്ള ഒരു വേർഡ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസോസിയേറ്റഡ്
a unique numerical value with every outcome of an experiment. അതായത് നമുക്ക് ഡിസ്ക്രീറ്റും ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രീറ്റിൽ നമുക്കിപ്പോൾ എക്സ് തന്നിട്ടുണ്ടാവും അല്ലേ, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 ഡിസ്ട്രിബ്യൂഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് 3 ഡിസ്ട്രിബ്യൂഷൻസ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇല്ല, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോസോൺ ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ വരുന്നതാണ്. എന്നാൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വേരിയബിളിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ വരുന്നതാണ്. ആൻഡ് ഇൻ ദിസ് കേസ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ നമുക്കറിയാം പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്കൊരു പെർട്ടിക്കുലർ ഒരു യുണീക്കോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വാല്യൂ നമുക്ക് അവിടെ നൽകിയിട്ടുണ്ടാവും. ദിറ്റ് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, അങ്ങനെ ഒരു സ്പെസിഫൈഡ് വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ നൽകിയിട്ടുണ്ടാവുക. ബട്ട് ഇൻ ദ സെയിം ടൈം നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് വരിക? ഇൻ ബിറ്റ്വീൻ റേഞ്ചസിനിടയിലായിരിക്കും അവിടെ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ദറ്റ് മീൻസ് ഇപ്പോൾ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് എടുക്കുക. ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ്സ് എങ്ങനെയാണ് നമ്മളോട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 140 to 145 വരെയുള്ള സ്റ്റുഡൻസ് അല്ല, അവിടെ ഒരു റേഞ്ചാണ് 140 to 145. ഇൻ ബിറ്റ്വീൻ ദ റേഞ്ചസ് ഇസ് ദാറ്റ് 140 to 145 അല്ലേ. അപ്പോൾ ആ ഒരു റേഞ്ചസിനിടയിലുള്ള സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. ബട്ട് ഇൻ ദ കേസ് ഓഫ് റാൻഡം അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ് വരുന്നത്? കറക്റ്റ് 140, 141, 142, 143, 144, 145 അങ്ങനെയാവും വരും. ഓക്കെ, ഇത് നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രയൽസും വരുന്നുണ്ട്, പ്രോബബിലിറ്റി ഓഫ് സക്സസും വരുന്നുണ്ട്. ഈ എന്നും പിയും വെച്ചിട്ടാണല്ലേ നമ്മളവിടെ മീൻ കാണുന്നു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നു, വേരിയൻസ് കാണുന്നു അല്ലേ. ദെൻ വാട്ട് ഈസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്? ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഇപ്പോൾ സിലബസിൽ ഓൾറെഡി ഇല്ലാത്തൊരു പോർഷനാണ്. ബട്ട് 2018 അഡ്മിഷൻ്റെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവും. ഇൻ സർട്ടൻ സിറ്റുവേഷൻ വേർ നോ അസംഷൻസ് അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ക്യാൻ ബി മെയ്ഡ് ആൻഡ് ആൾസോ ടെസ്റ്റിംഗ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് പാരാമീറ്റേഴ്സ് അല്ലേ, നോട്ട് കൺസേൺഡ് വിത്ത് പാരാമീറ്റേഴ്സ്. ഇൻ സച്ച് സിറ്റുവേഷൻ വി യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഈസ് നോൺ ആസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യൂല? പാരാമീറ്റേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റാണ് എന്ത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറച്ച് വൈഡായിട്ട് തന്നെ നോക്കാനുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഈ ഒരു തിയറി മാത്രം നോക്കിയിരുന്നാൽ മതി. വാട്ട് ആർ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്? ദ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് y on x ഈസ് റെപ്രസെൻറ്റഡ് ബൈ by(x) ആൻഡ് x on y ആസ് bxy. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ y on xനെ by(x) എന്ന് പറഞ്ഞിട്ടും x on yയെ bxy എന്ന് പറഞ്ഞിട്ടും ഇവിടെ എന്ത് ചെയ്യുന്നു? റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ഡിസ്റ്റിങ്വിഷ് സാമ്പിൾ സ്പേസ് ആൻഡ് ഇവൻറ്റ്. സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് അല്ലേ. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസാണെന്നുണ്ടെങ്കിൽ അവിടെ സാമ്പിൾ സ്പേസ് വരെ എന്താ? ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടാനുള്ള ഔട്ട്കം എന്താണ്? അവിടെ നമുക്ക് ചാൻസസ് ആയിട്ടുള്ള എല്ലാ ഔട്ട്കത്തിനെയും ഓൾ പോസിബിൾ ഔട്ട്കത്തിനെയും നമ്മൾ എന്തെന്ന് പറയുന്നു? സാമ്പിൾ സ്പേസ് എന്നൊരു ബ്രാക്കറ്റിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ സ്പേസ് എന്താ വരിക? ഒരു ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ഒരു ടെയിൽ കിട്ടാം, ഒരു ഹെഡ് ഒരു ടെയിൽ അല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് ഇവൻ്റാണ്. ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ് സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അതായത് ഇത് ഈ സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ്. ഫോർ എക്സാമ്പിൾ വെൻ 2 coin ഈസ് ടോസ്ഡ് ദ സാമ്പിൾ സ്പേസ്, ഇവിടെ 2 coins ആണ് ടോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റാണ്. ഈ സബ്സെറ്റ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ 2 coin ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് വരിക? 2 coin നമ്മൾ സെയിം ടൈം ടോസ് ചെയ്യുമ്പോൾ രണ്ടും ഹെഡാവാം, അല്ലെങ്കിൽ ഒരു കോയിൻ ഹെഡാവാം ഒരു കോയിൻ ടൈലാവാം, അല്ലെങ്കിലോ ഒരു കോയിൻ ടൈലാവാം ഒരു കോയിൻ ഹെഡാവും, അതല്ലെങ്കിലോ 2 കോയിനും ടൈലാവാം അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ് ഡിഫൈൻ ക്ലാസിക്കൽ പ്രോബബിലിറ്റി. Classical probability is the statistical concept that measure the likelihood of something happening. Probability ഒക്കെ എന്താണ്? Happening or not happening of an event. The chances of occurrence of an event or not occurrence of an event is called probability. And what do you mean by standard normal curve? Normal distribution with a mean 0 and standard deviation of 1 is called standard normal distribution. ഇനി പറഞ്ഞിട്ടുള്ളത് state the procedure of testing hypothesis. ഇത്
ഷോർട്ട് എസ്സേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മളോട് ഹൈപ്പോത്തസിസിൻ്റെ എന്താണ് പ്രൊസീജിയേഴ്സാണ്. ഇതും ഔട്ട് ഓഫ് സിലബസ് ആണ്. 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് ഇതെന്താണ് ഔട്ട് ഓഫ് സിലബസ് ആണ്. ബട്ട് 2018 ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് സിലബസിലുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹൈപ്പോത്തസിസ് ആണ് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു നൾ ഹൈപ്പോത്തസിസും ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും അവിടെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അപ്രോപ്രിയേറ്റ് ക്രൈറ്റീരിയ നമ്മളവിടെ ഡിസൈഡ് ചെയ്യും അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് സ്പെസിഫൈ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലേ. നമ്മളവിടെ എന്ത് ഡിസൈഡ് ചെയ്യണം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ യൂഷ്വലി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വരുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തായിട്ട് എടുക്കുക, 5% ആയിട്ടാണ് എടുക്കുക. പക്ഷേ അവിടെ നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5%ഉം 1%ഉം ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വരാറ്. ദെൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോർമുല. അപ്പോൾ നമുക്ക് ഓരോ ഹൈപ്പോത്തസിസിൽ ഓരോ ടെസ്റ്റിനും അല്ലേ ഓരോരോ ഫോർമുലാസാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. ഇപ്പോൾ സെഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഫ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോർമുലാസാണ് നമ്മളവിടെ കൊടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു ഫോർമുല കൊടുക്കുക. ദെൻ ഒബ്റ്റെയിൻ ദ ടേബിൾ വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കറസ്പോണ്ടിങ് ടു ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, ടേബിൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുക. ദെൻ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, ഡിസിഷൻസിലോട്ട് എത്തും. അപ്പോൾ ഈ ഡിസിഷൻ വാല്യൂ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ ഒരു റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഡിസിഷൻസിലോട്ട് നമ്മളെത്തും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ അല്ലേ, നമ്മളിപ്പോൾ അപ്രോപ്രിയേറ്റ് ഫോർമുലയൊക്കെ വെച്ചിട്ട് നമ്മളൊരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വാല്യൂവും ആൻഡ് ടേബിൾ വാല്യൂ ഉണ്ടാവും അല്ലേ. നമ്മൾ ആ വാല്യൂക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ടേബിൾ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ആ ടേബിൾ വാല്യൂവും തമ്മിൽ നമ്മളിവിടെ കമ്പയർ ചെയ്തിട്ടാണ് ഈ നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കിട്ടിയിട്ടുള്ള കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് കിട്ടിയിട്ടുള്ള കാൽക്കുലേറ്റഡ് വാല്യൂ എന്താണ്, ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസിനെ H0 എന്നും ഡിനോട്ട് ചെയ്യും. ആൻഡ് കാൽക്കുലേറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ എന്ത് ടേബിൾ വാല്യൂ. കാൽക്കുലേറ്റ് വാല്യൂ എന്താണ്, ടേബിൾ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ഓർ H0 അല്ലേ. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ആണ് നെയിം ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ ഇവിടെ 3 ടെക്നിക്കാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നത് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ആൻഡ് പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്. അപ്പോൾ നമ്മൾ ഈ ഒരു PDF കൊടുത്തിട്ടുള്ള ആ ഫസ്റ്റ് ക്യൂട്ടിയുടെ മീനിങ് ഉണ്ടല്ലോ, അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഈ ഒരു ക്ലാസിഫിക്കേഷനും വളരെ ഈസി ആയിട്ട് മീനിങ് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, 3 ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയാണ്, മാത്തമാറ്റിക്കൽ ക്യൂട്ടി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി ആൻഡ് പ്രോഗ്രാമിംഗ് ക്യൂട്ടി. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഈസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ടൂൾ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ ടു ദ ബിസിനസ് പ്രോബ്ലംസ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ടൈപ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു മീനിങ് കൊടുക്കുക. ദെൻ ഓരോന്നും എടുത്തെഴുതണം കേട്ടോ. മാത്തമാറ്റിക്കൽ ക്യൂട്ടി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി, പ്രോഗ്രാമിംഗ് ക്യൂട്ടി എടുത്തെഴുതുക. അതിനുശേഷം മാത്തമാറ്റിക്കൽ ക്യൂട്ടിക്കാണ് നിങ്ങൾ ഫസ്റ്റ് മീനിങ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, ഇവിടെ മാത്തമാറ്റിക്കൽ ക്യൂട്ടി എന്ന് കൊടുത്തിട്ട് മാത്തമാറ്റിക്കൽ ക്യൂട്ടി ഈസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് എന്താ പറഞ്ഞത്, മാത്തമാറ്റിക്കൽ ക്യൂട്ടിയാണ് അല്ലേ. സോ മാത്തമാറ്റിക്കൽ ക്യൂട്ടി ഈസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് mathematical tool for finding solution to the business problem. Clear? Mathematical tool for finding solution to the business problem application. Okay, then നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടിയുടെ മീനിങ് എഴുതാൻ പോവുക. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ക്യൂട്ടിക്കുള്ള കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ എഴുതി കൊടുക്കണം കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്, നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടിയാണ്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്ത് കൊടുക്കുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി is an application of statistical tool for finding solution to the business problem. അവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് ബിസിനസ് പ്രോബ്ലം ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ പ്രോഗ്രാമിംഗ് ക്യൂട്ടി. ഈ പ്രോഗ്രാമിംഗ് ക്യൂട്ടിയും സെയിം ആയിട്ട് തന്നെ പ്രോഗ്രാമിംഗ് ക്യൂട്ടി എങ്ങനെ ചെയ്താൽ, പ്രോഗ്രാമിംഗ് ക്യൂട്ടി ഈസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് പ്രോഗ്രാമിംഗ് ടൂൾ ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ ടു ദ ബിസിനസ് പ്രോബ്ലം. എന്നിട്ട് ഇവരുടെയൊക്കെ കുറച്ച് എക്സാമ്പിൾ എഴുതി കൊടുക്കാം. മാത്തമാറ്റിക്കൽ ടൂൾസിൽ കുറച്ച് എക്സാമ്പിൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൽ കുറച്ച് എക്സാമ്പിൾ ആൻഡ്
ബിസിനസ് പ്രോഗ്രാമിംഗ് ടൂൾസിൽ കുറച്ച് എക്സാമ്പിളൊക്കെ എഴുതി കാണിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് സ്കാറ്റർ ഡയഗ്രാം. ഓക്കെ, എന്താണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നോക്കാം കേട്ടോ.